ഞാനില്ലേക്ക് അങ്ങടെ കൂടെ എന്നുണ്ടാവും. സ്വന്തം വീട്ടിൽ നിന്ന് രണ്ടാമത്തവൻ ഇറക്കി വിടുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ അതായിരുന്നു. എൻ്റെ കൈ പിടിച്ച് എന്നോട് ചിരിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ മുന്നോട്ട് നടത്തി. ഇത്രയും കാലം ഞാൻ അവളുടെ കൈ പിടിച്ച് നടന്ന പോലെ അവളുടെ പതുപതുത്ത് എൻ്റെ കയ്യിൽ അമർത്തി തന്നെ അവൾ പിടിച്ചിരുന്നു. റെജി. നടക്കുന്നതിനിടയിൽ ഞാൻ പതിയെ അവളെ വിളിച്ചു. അവൾ കേട്ടില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും മൃദുലമായി അവളെ കൈ പിടിച്ച് വിളിച്ചു. റെജി. അവൾ പെട്ടെന്ന് തന്നെ നിന്ന് പുറകിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ നിനക്കറിയുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടാണോ? ഞാൻ അവളോട് ചോദിച്ചു. അവൾ അതല്ല എന്ന പോലെ എന്നോട് തലയാട്ടി. പിന്നെ? ആ ചോദ്യം എൻ്റെ മനസ്സിലായിരുന്നെങ്കിലും മുഖത്തെ ഭാവമാറ്റത്തിൽ തന്നെ അവൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാ എന്നെ റെജി എന്ന് വിളിക്കുന്നത്. ഈ 20 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട്. ഇക്ക, എനിക്കെന്തോ നിങ്ങളുടെ വിളി കേട്ടപ്പോൾ കുളിര് കയറുക. കണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾക്കിടയിലും അവൾ ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പിടഞ്ഞു. റോഡാണെന്ന് പോലും ഓർക്കാതെ ഞാൻ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മോളെ റെജി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയ അവൾ ഏതാനും നിമിഷം കൊണ്ട് പതിയെ മുകളിലേക്ക് നോക്കി. ആ സമയം എൻ്റെ വെളുത്തു നരച്ച താടിക്കുള്ളിലൂടെ ഒലിച്ചിറങ്ങിയ ഒരു കുഞ്ഞു കണ്ണുനീർ തുള്ളി അവളുടെ കവിളിലേക്ക് ഇറ്റു വീണു. ഇതെൻ്റെ കഥയാണോ? അല്ല, എൻ്റെ കഥയല്ല, എൻ്റെ റെജിയുടെ കഥയാണ്. റെജില എന്ന എൻ്റെ മാത്രം റെജിയുടെ കഥ. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്ത് താമസിക്കുന്നു. ആദ്യ ഭാര്യ മരിച്ചപ്പോൾ രണ്ടാമത് കെട്ടിയതായിരുന്നു ഞാൻ എൻ്റെ റെജി. അന്ന് എനിക്ക് 2 മക്കൾ. ഒരാൾക്ക് 8ഉം ഒരാൾക്ക് 4 വയസ്സ്. പിന്നെ ഒരു കുട്ടിയെയും എൻ്റെ റെജിയിൽ പടച്ചവൻ എനിക്ക് തരാത്തതുകൊണ്ട് തന്നെ അവരായിരുന്നു എനിക്കും റെജിക്കും മക്കളായി ഉണ്ടായിരുന്നത്. അല്ലെങ്കിലും അവരെൻ്റെ മക്കളാണ് തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ. അവളായിരുന്നു അവർ രണ്ടുപേരെയും വളർത്തിയത്. കുളിപ്പിക്കുകയും സ്കൂളിൽ കൊണ്ടുപോവുകയും പഠിപ്പിക്കുകയും കളിക്കാൻ കൊണ്ടുപോകലും എല്ലാം അവൾ തന്നെ ആയിരുന്നു. അവർക്കും അവൾ ജീവൻ തന്നെ ആയിരുന്നു. ഒരു ദിവസം പോലും അവളെ അവളുടെ വീട്ടിലേക്ക് പോവാൻ പോലും സമ്മതിക്കാതെ അവർ തമ്മിൽ പരസ്പരം സ്നേഹിച്ചു. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നുപോയത്. എല്ലാം പെട്ടെന്നായിരുന്നു. രണ്ടുപേരും വിവാഹം കഴിച്ചത് മുതലായിരുന്നു എൻ്റെ സ്വർഗം പോലെ ഉണ്ടായിരുന്ന വീട്ടിൽ ബോംബ് വീണ പോലെ പൊട്ടിച്ചിതറാൻ തുടങ്ങിയത്. ഒരു പെണ്ണ് തന്നെയാണ് പെണ്ണിൻ്റെ ശത്രു എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് തോന്നുന്നു. ആകെയുണ്ടായിരുന്ന റോഡ് സൈഡിൽ 25 സെൻറ്റ് സ്ഥലം ഒരുപോലെ വീതിച്ചിട്ടാൻ വേണ്ടിയായിരുന്നു വീട്ടിൽ നടന്ന ആദ്യത്തെ യുദ്ധം. എൻ്റെ കാലശേഷം നിങ്ങൾ വീതിച്ചെടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിൽ ഉമ്മാക്ക് പോകുന്ന 8-1 ഭാഗം അതായിരുന്നു അവരുടെ പ്രശ്നം. 22 സെൻറ്റ് 8 ഭാഗമാക്കിയാൽ 3 സെൻറ്റിനടുത്ത് ഉമ്മാക്ക് പോകും. അത് പറ്റില്ല. ഉപ്പ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേർക്കും മാത്രമായി 14 സെൻറ്റ് സ്ഥലം മൂത്തവനും ബാക്കി വരുന്ന 8 സെൻറ്റ് സ്ഥലവും വീടും ഇളയവനും വീതം വെച്ച് കൊടുക്കണം. എനിക്ക് എന്തിനായിക്ക ഈ മണ്ണ്? നമുക്ക് കിടക്കാൻ എന്തായാലും പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് കിട്ടുമല്ലോ. ഇക്ക അവരുടെ പേരിൽ എഴുതി കൊടുക്കണം. അവളൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ പേരിലേക്ക് എൻ്റെ ഭൂമിയും അതിലുള്ള വീടും ചേർത്ത് കൊടുത്തു. അന്നു മുതലായിരുന്നു അവരെല്ലാം വളർത്തി വലുതാക്കിയ എൻ്റെ സ്വന്തം പെണ്ണിനെ അവരൊരു വേലക്കാരിയുടെ വില പോലും കൊടുക്കാതെ പീഡിപ്പിക്കുന്നത് കാണേണ്ടി വന്നത്. കയ്യിലൊന്നുമില്ലാത്ത ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ പ്രതികരിക്കും? അവരോട് 2 എണ്ണം പറയാൻ പോകുമ്പോഴെല്ലാം നമ്മുടെ മക്കളല്ലേ, നിങ്ങൾ ക്ഷമിക്കേ എന്ന് പറയും. എല്ലാം ക്ഷമിച്ചും കണ്ട് നടക്കുന്നതിനിടയിലാണ് ഒരു ദിവസം ഉച്ചയോടടുത്ത സമയം അങ്ങാടിയിൽ പോയി കുറച്ച് കോഴി കൊണ്ടുവരാൻ രണ്ടാമത്തെ മരുമോളെന്നെ ഏൽപ്പിച്ചത്. 1-2 പരിചയക്കാരെ കണ്ടപ്പോൾ കുറച്ചു നേരം സംസാരിച്ചെന്ന് പോയി. ഏറെയൊന്നുമില്ല, 10 മിനിറ്റ്. വീടിൻ്റെ ഗേറ്റ് തുറന്ന് കയറുമ്പോൾ തന്നെ കണ്ടു കലിതുള്ളി നിൽക്കുന്ന രണ്ടാമത്തെ മകൻ്റെ ഭാര്യയെ. അവളുടെ നേരെ കോഴി കൊണ്ടുവന്ന കീസ് ഞാൻ നീട്ടിയതും അവളത് വാങ്ങി പറമ്പിലേക്ക് ഒരൊറ്റ ഏറ്. അതുമാത്രമല്ല, തൊട്ടയുടനെ അവളുടെ വലതുകേൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ച് എവിടെ പോയി കിടക്കരുത് കളവ എന്നും ചോദിച്ചുകൊണ്ട് അടികിട്ടി കുറച്ച് നിമിഷത്തിന് ശേഷമായിരുന്നു സ്വന്തം മകൾ മുഖത്താണല്ലോ അടിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു തന്നെ. പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളെ കണ്ട് ഞാൻ അപമാനിതനായി മുഖം കുനിച്ച് നിന്നുപോയി. എൻ്റെ മോനും അവളുടെ വീട്ടുകാരുമായിരുന്നു അത്. അവളുടെ വീട്ടുകാർ വരുന്നത് പ്രമാണിച്ച് കോഴിയിറച്ചി വാങ്ങിക്കാൻ പറഞ്ഞയച്ചായിരുന്നു അവൾ എന്നെ. എന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. അല്ലെങ്കിലും ആ വീട്ടിൽ നടക്കുന്ന കുറച്ചു കാലമായിട്ട് ഈ കിളവൻ അറിയാറില്ലല്ലോ. ഇതെല്ലാം കണ്ട് ചോറ് വെക്കാനുള്ള അരി കഴുകിക്കൊണ്ടിരുന്ന എൻ്റെ റെജില പുറത്തുതന്നെ ഉണ്ടായിരുന്നതിനാൽ അവൾ അങ്ങോട്ട് ഓടി വന്നു. മരുമക്കളുടെ മുഖമടയ്ക്കൊന്ന് കൊടുത്തു. അവളുടെ ചുണ്ട് പോലും പൊട്ടി ചോരൊലിച്ച്. അത് കണ്ടപ്പോൾ എൻ്റെ മോൻ റെജിലെ ചീത്ത പറഞ്ഞ് അടിക്കാനേ വന്നു. തളേ, എൻ്റെ പെണ്ണിനെ അടിക്കാൻ മാത്രമായോ എന്നും ചോദിച്ചുകൊണ്ട്. നിൽക്കടാ അവിടെ, വിരൽ ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ അവൻ നിന്നു. ഈ വീട് നിന്റെ പേരിലായിരിക്കാം. നീ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് അറിയാം.
പക്ഷെ എൻ്റെ ഇക്കയെ തലീനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. ഇനി നിനക്ക് ഞങ്ങളിൽ ആരെങ്കിലും തൊടണമെന്നുണ്ടെങ്കിൽ വാ. കുറെ ചോറ് വായി തന്ന കൈയാണിത്. ഇന്നുവരെ നിന്നെയൊന്നൊരു ഈർക്കിൽ കൊണ്ടുപോലും അടിക്കാത്ത കൈ. എൻ്റെ ഇക്കയെ നീ തൊടുന്നതിന് മുമ്പ് നിന്നെയൊക്കെ തീർത്ത് കളയാൻ എനിക്ക് ഈ കൈ തന്നെ ധാരാളം. വാ. അവൾ പറയുന്ന കേട്ടപ്പോൾ അവന് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. എന്നെ പിടിച്ച് അവിടെയുള്ള ഒരു കസേരയിലേക്ക് അവിടെ ഇരുത്തി. ഉടനെ വീട്ടിനുള്ളിലേക്ക് പോയി ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ ഒരു ബാഗിലേക്ക് കുത്തിയണച്ച് അവൾ വന്നു. ആരോടും ഒന്നും പറയാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നടന്നെത്തിയത് ഒരു പഴയ ഓടിട്ട പീടികയുടെ മുന്നിലേക്കായിരുന്നു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ആദ്യമായി പെണ്ണ് കാണാൻ വന്ന അതേ സ്ഥലം. ഇടയ്ക്കിടെ വിരുന്നുകാരനെ പോലെ വന്നും പോയിരുന്നിരുന്ന എൻ്റെ റെജിയുടെ മണ്ണ്. പീടികയോട് ചേർന്ന് പുറകിലായി തന്നെ ഒരു ചായ്പും ഒരു കുഞ്ഞു മുറി, ഒരു ബാത്റൂം മാത്രമുള്ളൊരു വീടുമുണ്ടായിരുന്നു. ആ വീട് അവളുടെ പേരിലായിരുന്നു. അവളുടെ ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് അവളുടെ പേർക്ക് എഴുതി കൊടുത്ത ആ ഉപ്പയുടെ ആകെയുള്ള സമ്പാദ്യമായിരുന്നു ആ വീടും ഒരൊറ്റമുറി പീടികയും. ആ പീടികയിൽ ഒരു കുഞ്ഞു സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തിയായിരുന്നു അവളെ അവളുടെ ഉപ്പ വളർത്തിയത്. ചിതലരിച്ചു കയറിയ ചുമരും മാറാല നിറഞ്ഞ മുക്കും മൂലയും പൊടിപടലങ്ങൾ നിറഞ്ഞ നിലവും അങ്ങിങ്ങായി കുറേ ഏതോ ജീവികളുടെ കാഷ്ടവും നിറഞ്ഞിരുന്നു. അവിടെ താമസിക്കാൻ ചിലപ്പോൾ ഒരാഴ്ച വൃത്തിയാക്കിലേ പറ്റുമായിരുന്നുള്ളൂ എന്ന് തോന്നിയെങ്കിലും എൻ്റെ റജിക്ക് അതിനെല്ലാം കൂടി കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. എന്നെ അവിടെ ഇരുത്തി പുറത്തേക്ക് പോയ അവൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു കയ്യിൽ കുറച്ച് സാധനങ്ങളുമായി കയറി വന്നു. അവൾക്ക് പുറകിൽ 3-4 പെണ്ണുങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം അവളുടെ പഴയ അയൽവാസികളായിരുന്നു. അവളെ കണ്ട സന്തോഷം അവരുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റുമായിരുന്നു. പുതിയാപ്പിളക്ക് ഞങ്ങളറിയോ? 20 കൊല്ലം മുമ്പ് അവരെന്നെ വിളിച്ചിരുന്ന പോലെ തന്നെ അന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് അവർ ചോദിച്ചു. ഞാൻ അവരോടെല്ലാം ചിരിച്ചു കാണിച്ചു. അവരും കൂടെ കൂടി വീടും മുറ്റമെല്ലാം വൃത്തിയാക്കാൻ. എല്ലാം കഴിഞ്ഞ് പോവാൻ നേരം റജില എല്ലാവർക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് അവർ പോയി. റജില അടുക്കളയിലേക്കും കയറി. ഞാൻ ചെല്ലുമ്പോൾ വിറകടുപ്പ് ഊതി കത്തിക്കുകയായിരുന്നു. ഇത്രയും കാലം ഗ്യാസ് മാത്രം യൂസ് ചെയ്തിരുന്നവൾ പുക മൂക്കിലൂടെ കയറിയപ്പോൾ ഇടയ്ക്കിടെ ചുമക്കുന്നുണ്ടെങ്കിലും കത്തിപ്പിടിച്ചപ്പോൾ ആശ്വാസത്തോടെ ഊരൊക്കെ കൈവച്ച് ആ തീ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പതിയെ അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഒരു ഞെട്ടൽ പോലും കാണിക്കാതെ അവൾ എന്നിലേക്ക് ചേർന്ന് നിന്നു. പതിയെ അവൾ എൻ്റെ നേരെ തിരിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. ഞാൻ ആ കണ്ണുകളിലേക്ക് തന്നെ ഇമോട്ടാൻ നോക്കി നിന്നു. പണ്ടെങ്ങോ എന്നിൽ നിന്നും മറഞ്ഞു പോയ പ്രണയം എന്നിലേക്ക് വീണ്ടും മുളപൊട്ടി വിരിയുന്ന പോലെ, കായായും ഇതളുകളായും പൂവായും വിരിയുന്ന പോലെ. പെട്ടെന്ന് തന്നെ നടത്തി മാറ്റി അവൾ ചോദിച്ചു, എൻ്റെ പുതിയാപ്പിളോട് ഉണ്ടേനില്ലേ? ഒരു മിനിറ്റ് നിൽക്കി, ഞാനിപ്പോൾ ചായ എടുത്തുതരാം. ഇടയ്ക്കിടെ ചായ കുടിക്കുന്ന ഒരു ദുഷിയിലുള്ളതുകൊണ്ട് തന്നെ എന്നെ നോക്കി അവൾ പറഞ്ഞു. ഇനി എന്ത്? ചായയും കുടിച്ച് വീട് മൊത്തം വൃത്തിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ അവളുടെയും മുമ്പിലുണ്ടായിരുന്ന ചോദ്യം അതായിരുന്നു, ഇനി എന്ത്? ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും പണി വേണം. ഈ വയസ്സുകാലത്ത് ഞാൻ ഏതു പണിക്ക് പോവാനാണ്? എന്നാലും വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും കടയിൽ ആൾ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നോക്കി. പക്ഷെ അവർക്കെല്ലാം നല്ല ചുറുചുറുക്കുള്ള, എല്ലാത്തിനും ഓടിപ്പാഞ്ഞിറക്കുന്ന ആളെയായിരുന്നു ആവശ്യം. അന്ന് രാത്രി പ്രത്യേകിച്ചൊന്നും നടക്കാതെ കടന്നുപോയി. അയൽവക്കത്തുനിന്ന് അവിടെ ഒരു ബന്ധു വീട്ടിൽ നിന്നും ഇറച്ചിക്കറിയും പത്രിയും കൊണ്ടുവന്ന് കഴിച്ച് ഞങ്ങൾ വിശപ്പടക്കി. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മുന്നിലെ പീടികയിലായിരുന്നു റജില. അവൾ അവിടെ ഉണ്ടായിരുന്ന പഴയ വേസ്റ്റെല്ലാം പുറത്തേക്കിട്ട് ആ റൂം മനോഹരമായി വൃത്തിയാക്കി. കയ്യിൽ അവിടെ നിന്നും ഉണ്ടായിരുന്ന പെയിന്റ് ബക്കറ്റിലുണ്ടായിരുന്ന പെയിന്റ് എടുത്ത് ചുമരിൽ അടിക്കായിരുന്നു അവൾ. എന്താ റജി നിനക്ക് പണി? അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. അവൾ എന്നെ കണ്ടൊന്ന് ചിരിച്ചു. ഇക്ക, നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമല്ലേ, നമുക്കും ജീവിക്കണ്ടേ? ഇക്ക എൻ്റെ കൂടെ നിന്നെന്നാൽ മാത്രം മതി. അവൾ എന്നോട് പറഞ്ഞ് എന്നെ നോക്കി. അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. എൻ്റെ റജിയല്ലേ, അവൾ ചെയ്യുന്നതെല്ലാം ശരിയാവുമെന്ന് ഉറപ്പുള്ള വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ആ സമയം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന 2 വളകളും കാതിലുണ്ടായിരുന്ന കമ്മലുകളും എനിക്ക് ഊരി തന്നു. അതെന്തിനാണെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഇത് കൊണ്ടുപോയി വിൽക്കണം, എന്നിട്ട് ഞാൻ പറയുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. വിൽക്കാനോ? എൻ്റെ റജി, നമുക്ക് പണയം വെച്ചാൽ പോരെ? അവൾ അല്ലെങ്കിൽ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, വിറ്റാൽ മതി. പണയം വെച്ചാൽ നമ്മളിതിന് പലിശ അടച്ചടച്ച് മരിക്കുന്നവർ അടക്കേണ്ടി വരും. എന്നാൽ ഇത് കിട്ടുകയില്ല. ആ പൈസ ഉണ്ടാക്കേണ്ടതോർത്ത് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല. പക്ഷേ വിറ്റാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ലാഭം വരുമ്പോൾ നമുക്ക് പുതിയൊരെണ്ണം വാങ്ങിച്ചാൽ മതിയല്ലോ. അവൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതാണ് ശരിയെന്ന്. ഞാൻ അവൾ പറഞ്ഞതിന് ശരിയെന്ന് തലയാട്ടി അങ്ങാടിയിലേക്ക് പോയി സ്വർണ്ണക്കടയിൽ തന്നെ അതെല്ലാം വിറ്റു. അവൾ എൻ്റെ കയ്യിൽ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുപോലെ വാങ്ങി ഒരു ഗുഡ്സ് ഹോട്ടലിൽ വീട്ടിലേക്ക് വന്നു. എന്നെ കാത്തുന്ന പോലെ അവൾ പുറത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും ഡ്രൈവറും കൂടെ ആ സാധനങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഓട്ടോക്കാരൻ ചോദിച്ചു, ഇക്കയുടെ പുതിയ ബേക്കറി വല്ലതും തുടങ്ങുന്നുണ്ടോ എന്ന്.
ബേക്കറിയോ? 3-4 ടേബിളും ചെയറും ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ചോദിച്ചെന്ന് എനിക്ക് തോന്നി. ഞാൻ റെജിലയെ നോക്കി. അവൾ ആ സമയം ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ആ ചേട്ടാ, ബേക്കറി അല്ലേ, ഒരു കൂൾ ബാർ. ആ, നല്ല കാര്യമാണല്ലോ. പക്ഷേ അതിവിടെ ഈ ഇടുങ്ങിയ റോഡിൽ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങാടിയിലാണെങ്കിൽ കുറച്ചുകൂടെ കച്ചവടം കിട്ടിയേനെ. അയാൾ പറഞ്ഞ് ശരിയാണെങ്കിലും ആ സമയം റെജില അയാളോട് പറഞ്ഞു, ചേട്ടാ, നല്ല സാധനം എവിടെ ഉണ്ടെങ്കിലും ആളുകൾ തേടി വരും. ഇതും അതുപോലെ ഒന്നായിരിക്കും. നിങ്ങളിപ്പോൾ വന്നില്ലേ, അതുപോലെ ഇനിയും വരും, തീർച്ച. അവളുടെ വാക്കിൽ അത്രയും ആത്മവിശ്വാസം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ പറഞ്ഞ പോലെ അതൊരു കൂൾ ബാർ ആയിരുന്നെങ്കിലും അവിടെ ഒരേ ഒരു ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിൽ മിൽക്ക്. ആദ്യത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ തൊട്ടടുത്തുള്ളവരായിരുന്നെങ്കിലും പതിയെ പതിയെ റെജിയ കൂൾസിലെ അവിൽ മിൽക്ക് ജില്ലയും അയൽ ജില്ലയും കടന്ന് പറന്നുയർന്നു. പെട്ടെന്നായിരുന്നു എല്ലാം. എല്ലാത്തിനും പുറകിൽ തൻ്റെ 2 കൈയും ചേർത്ത് പിടിച്ചൊരു പെണ്ണും. അതെ, എൻ്റെ റെജില. പടച്ചോൻ പിന്നെയും 2 അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു. എൻ്റെ ചോരയിൽ ഇരട്ട കുട്ടികളെ അവളുടെ വയറ്റിൽ പടച്ചോൻ മുളപ്പിച്ചു, ഒരാണിനെയും ഒരു പെണ്ണിനെയും. അവർ 2 പേരെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ കിടത്തിയ റൂമിലേക്ക് കയറുമ്പോൾ അവൾ എന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ വാതിലിനടുത്തേക്ക് നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ടായിരിക്കാം ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, എൻ്റെയും.